വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ജൂലൈ 1st സൺഡേ ആണ് വേൾഡ് വൈഡ് ബിരിയാണി ഡേ. ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കണം കേട്ടോ. അപ്പോൾ ഓർത്തു പെട്ടെന്ന് ഒരു ബിരിയാണി റെസിപ്പി ചെയ്യാന്ന്. അതുകൊണ്ട് ഒരു സിമ്പിൾ റെസിപ്പി, സ്ഥിരം ചെയ്തിരുന്ന റെസിപ്പിയാണ്. ഇപ്പോൾ അത് ഓർത്തെടുത്തു, എഗ് ബിരിയാണി. പിന്നെ ഈ എഗ് ബിരിയാണിയുടെ കൂടെ എൻ്റെ കുറേ കോമ്പിനേഷൻസ്, വെജ് കോമ്പിനേഷൻ. ഞാൻ എപ്പോഴും എഗ് ബിരിയാണി ഉണ്ടാക്കുന്ന പുലാവ് ഉണ്ടാക്കുന്ന പോലെ ചെയ്തിട്ട് പിന്നെ ലെയർ ചെയ്യും. അങ്ങനെ ഇപ്പോൾ ചെയ്യാൻ പോകണം കേട്ടോ, എൻ്റെ തന്നെ ഒരു രീതി. അപ്പോൾ ആദ്യം ഈ മുട്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണേ, മഞ്ഞപ്പൊടിയും ഉപ്പും പെപ്പറും ഇട്ടിട്ട്. മഞ്ഞപ്പൊടി, പെപ്പർ, ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മുട്ട ഞാൻ പതിയെ ഒന്ന് വരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഗീല് പതിയെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരുപാട് മുരിഞ്ഞു പോകണ്ട കേട്ടോ, പതിയെ വറുത്താൽ മതിയേ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയ്ക്ക് ഒരു നല്ലൊരു ഫ്ലേവർ വരും. ആൻഡ് മുരിഞ്ഞു പോയാൽ ടേസ്റ്റും പോവും. മാറ്റി വെക്കാം. ആൻഡ് സെയിം പാത്രത്തിലോട്ട് തന്നെ കുറച്ചും കൂടി ഗീ ആഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുലാവിൻ്റെ പോലെയാണ് ഈ ബിരിയാണിയുടെ റൈസ് ചെയ്യണേ. അപ്പോൾ ആദ്യം വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഗീല്. അപ്പോൾ മെയിൻ തിങ്, ക്യാരറ്റ് ഞാനിങ്ങനെ സ്ലൈസ് ചെയ്ത പോലെയാണ് അരിഞ്ഞേക്കണേ. എല്ലാ വെജിറ്റബിൾസും ഡിഫറെൻറ്റ് ഷേപ്പിൽ അരിയാം. ഇതൊന്ന് ഗീല് ഫ്രൈ ആവട്ടെ. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ വെജിറ്റബിൾസും, ഈ പൊട്ടേറ്റോയും ഊട്ടി ബീൻസും ഗ്രീൻ പീസും ഗീയിൽ വറക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ടാലേ, എല്ലാ വെജിറ്റബിൾസും കൂടി ഒരുമിച്ചിട്ടാൽ ഡിഫറെൻറ്റ് കുക്കിംഗ് ടൈം ആയതുകൊണ്ട് ശരിയാവില്ല. അത് കാരണമാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്യണേ. കുറച്ച് ഉപ്പ് ഇടണേ. അപ്പോൾ വെജിറ്റബിൾസ് ഫ്രൈ ആകുമ്പോഴത്തേനും ഞാൻ ഈ ജീര റൈസ് ഉണ്ടല്ലോ, ഇന്ത്യ ഗേറ്റിൻ്റെ ജീര റൈസാണ് യൂസ് ചെയ്യണേ. 250 ml 2 കപ്പ് എടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അപ്പം തന്നെ നമുക്ക് ബിരിയാണിയുടെ മുകളിലൊക്കെ ഗാർണിഷ് ചെയ്യാനുള്ള സവാള വറുത്തുണ്ടല്ലോ, അതും വറുത്ത് വെക്കാം. നട്ട്സും കിസ്മിസും വറുത്ത് വെക്കാം. സവാള കുറച്ചൊന്ന് മുരിയാറാകുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. അതിന് അതുപോലെ തന്നെ പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു മധുരം വരും ബിരിയാണിക്ക്. ചെറുതായിട്ട് മതി കേട്ടോ മധുരം, ഓവറാക്കിയ ചളാവുക. അപ്പോൾ ഈ സവാള, നട്ട്സ്, കിസ്മിസ് ഞാൻ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചു. ഇനി നമ്മുടെ മസാല റെഡിയാക്കാം. എഗ് ബിരിയാണിയുടെ മസാല റെഡിയാക്കാം. ഈ എഗ് മസാലയ്ക്ക് ഒരുപാട് ഉള്ളിയും വേണ്ട, സവാളയും വേണ്ട, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട കേട്ടോ, അധികം വേണ്ട. ഞാനിപ്പോൾ 2 കപ്പ് 250 ml ഇതിൽ 2 കപ്പ് അരിയല്ലേ എടുത്തേക്കണേ. ഞാൻ 10 മുട്ട എടുത്തിട്ടുണ്ട്. അതിന് ഞാനൊരു 10 ഉള്ളി എടുത്തിട്ടുണ്ട്, ക്രഷ് ചെയ്തു. ഇഞ്ചി ഒരു മീഡിയം സൈസ് ക്രഷ് ചെയ്തു. വെളുത്തുള്ളി മീഡിയം സൈസ് ക്രഷ് ചെയ്തു. ഇനി മടിയുള്ള ദിവസമാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് ക്രഷ് ചെയ്താൽ മതിയെ. പച്ചമുളക് ഒരു 5 എണ്ണം ക്രഷ് ചെയ്തു. ഞാനിപ്പോൾ സെപ്പറേറ്റ് ക്രഷ് ചെയ്ത് വെച്ചു എന്നുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് ക്രഷ് ചെയ്യുകയാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വഴറ്റിയാൽ മതി. അത്രയും സിമ്പിളായി ഈ റെസിപ്പി. ഉള്ളി ചെറുതായിട്ടൊന്ന് സോട്ടേ ആയിട്ട് ഇഞ്ചിയൊക്കെ ഇടാം. ഇഞ്ചി ചതച്ചത് മീഡിയം സൈസ്, വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു 10 എണ്ണം ചതച്ചത്, ആൻഡ് പച്ചമുളക് 5 എണ്ണം എരിവിനനുസരിച്ച്. ഇതൊന്ന് സോട്ടേ ആവട്ടെ. തക്കാളി 2 മീഡിയം സൈസ്, അത് പൊടിയിൽ അരിഞ്ഞിട്ട് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചെയ്യണ പോലെ നന്നായിട്ട് സോട്ട് ചെയ്യാം. എഗ് ബിരിയാണിയുടെ മസാലയ്ക്ക് പെരുംജീരക പൊടി, കുരുമുളക് പൊടി, നമ്മുടെ ഗരം മസാല ആൻഡ് കുറച്ച് കൊറിയാൻഡർ, മല്ലിപ്പൊടി, അത്രയും വേണേ. ഇതിപ്പോൾ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് പെരുംജീരക പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മതി, ആൻഡ് ഗരം മസാല 1/2 ടീസ്പൂൺ തന്നെ, ആൻഡ് പെപ്പർ 1/4 ടീസ്പൂൺ മതി. കുറച്ച് എരിവ് മതി കേട്ടോ. ആൻഡ് മഞ്ഞൾപ്പൊടി കുറച്ച്, നമ്മൾ മുട്ടയിൽ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച്, ഒരു മഞ്ഞ കളറിലിരിക്കണമെന്നല്ല ഈ ഗ്രേവി. ഉപ്പ് ആവശ്യത്തിനിടാം. ഈ മസാലയുടെ ടേസ്റ്റൊക്കെ പോണ വരെ ഒന്ന് സോട്ട് ചെയ്യാം. ഇനി കിസ്മിസ്, വൈറ്റ് കിസ്മിസ് ഡേറ്റ്സ് ആയാലും മതി കേട്ടോ, അതൊരു ചെറിയൊരു ക്വാണ്ടിറ്റി, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതി. ആൻഡ് നട്ട്സ് അത് ഇത്തിരി ഇരുന്നോട്ടെ, 3 ടേബിൾ സ്പൂൺ. തൈര് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ, 2.5 ടേബിൾ സ്പൂൺ എടുത്തോ. പിന്നെ മല്ലിയില ഒരു ചെറിയൊരു പിടി. അത്രയും നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡിയായി കഴിയുമ്പോൾ ഈ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചില്ലേ നമ്മൾ നേരത്തെ, അത് ആഡ് ചെയ്യാം. again ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. ഒരു ചെറിയൊരു ഗ്രീനിഷ് കളറുണ്ട് ഈ ഗ്രേവിക്ക്. ഇനി നമ്മുടെ വേവിച്ച എഗ്സ് ആഡ് ചെയ്യാം. അല്ല, വേവിച്ചല്ല, ചെറുതായിട്ട് ഫ്രൈ ചെയ്തില്ലേ, അത് ആഡ് ചെയ്യാം. ഇത് നല്ല ചപ്പാത്തിയുടെയും കൂടി കറിയാട്ടാ. ഇപ്പം ഇത്രയും നിങ്ങൾ ചെയ്തില്ലേ, ബിരിയാണി ആക്കണമെന്നൊന്നുമില്ല, നല്ല ചപ്പാത്തിക്കും പറ്റിയ കറിയാണ്. എന്നിട്ട് വേണം ഇനി ലെയർ ചെയ്യാൻ. പുലാവല്ല, ഗീ റൈസ്. ഇനി നമുക്ക് ദം ചെയ്യാനുള്ളൊരു പാത്രം എടുക്കാം. ഗീ ആഡ് ചെയ്യുക. ബിരിയാണി ചെയ്യണ പോലെ തന്നെ, ബട്ട് ഇത് പുലാവ് പോലെ ചെയ്യണമെന്ന് മാത്രം. ആൻഡ് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ അനീസ്, ഇത്രയൊന്ന് നമ്മൾ ബിരിയാണിക്ക് ചെയ്യണ പോലെ തന്നെ ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കാട്ടോ, ഫ്ലേവർ പോകരുത്. ആൻഡ് കറുവപ്പട്ടയുടെ ഇലയുണ്ട്. പിന്നെ മെയിൻ തിങ്, ഇതിൻ്റെ മെയിൻ ഫ്ലേവർ കൊടുക്കുന്ന സാധനം പെരുംജീരകം. ഇത് കണ്ടോ, ഇത്രയും ക്വാണ്ടിറ്റി ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് ചതച്ചാൽ മതിയേ. അത്രയും കൂടി ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചില്ലേ അരി, 250 ml 2 കപ്പ് അരി. പതുക്കെ ചെറിയ രീതിയിൽ വറുത്താൽ മതി കേട്ടോ. ഒരുപാട് വറുത്താൽ സോഫ്റ്റ്നെസ് പോവും, പിന്നെ മുറിഞ്ഞും പോവും. ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് പതിയെ ഇളക്കിയാൽ മതി. നമ്മൾ അരി മെഷർ ചെയ്ത സെയിം കപ്പിൽ തന്നെ, ഞാൻ 2 കപ്പല്ലേ എടുത്തേ, പക്ഷെ ഞാൻ 5 കപ്പ് എടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇത്തിരി വെന്ത അരിയാണ് ഇഷ്ടം, പ്രത്യേകിച്ച് ഈ എഗ് ബിരിയാണിക്ക്. അപ്പോൾ 5 കപ്പ്. നിങ്ങൾക്ക് ആ കറക്റ്റ് വേവാണ് വേണ്ടതെന്ന് വെച്ചാൽ 4 കപ്പ് എടുത്താൽ മതി. നല്ല തിളച്ച വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. ഉപ്പ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് തീ കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കാം.
ഒരു മെയിൻ കാര്യം ഞാൻ മറന്നു കേട്ടോ, അത് കാരണം പെട്ടെന്ന് ചെയ്യുവാണ്. കുറച്ച് ഗീ ഒഴിച്ചു. ഈ റൈസ് വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഇഞ്ചി ഒരു 1/4 ടീസ്പൂൺ അത്രയും മതി, പക്ഷെ അതൊരു ഫ്ലേവർ വരും. ആൻഡ് വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1/2 ടീസ്പൂൺ. അപ്പോൾ നമ്മൾ നേരത്തെ ഈ പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് സോട്ട് ചെയ്തില്ലേ, ആ സമയത്ത് തന്നെ അത് കഴിഞ്ഞിട്ട് ഈ പേസ്റ്റ് ഇട്ടാൽ മതി. മെയിൻ കാര്യമായിരുന്നു, ഞാൻ മറന്നുപോയി. പക്ഷേ അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ മറന്നു പോയാലും ഇങ്ങനെയൊക്കെ സോട്ട് ചെയ്ത് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ഭാഗ്യത്തിന് അരി വെന്തില്ല, അത് കാരണം കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കട്ടെ കേട്ടോ. പിന്നെ ഈ എഗ് ബിരിയാണിയുടെ കോമ്പിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാലക് പനീർ, കോളിഫ്ലവർ മഞ്ചൂരിയൻ എല്ലാം വെച്ചാട്ടാ. പിന്നെ ഓബജിൻ ഫ്രൈ, അത് നമ്മുടെ കൂർഗ് സ്റ്റൈൽ ഇതുപോലെയാണ് ഞാൻ ചെയ്യണേ, ഫ്രൈ പോലെ, ഫിഷ് ഫ്രൈ പോലെ ചെയ്യണേ. പിന്നെയും കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതെല്ലാം അകത്ത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓർത്ത് ഇതെല്ലാം ടിഫിൻ ബോക്സിൽ സെറ്റ് ചെയ്യാമെന്ന്. ജിജോന് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുക ഞാൻ. നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഒരു വലിയ പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിടാൻ പോകും. നമ്മൾ ദം ചെയ്യണ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ എഗ് മസാലയില്ലേ, അത് അത് ആഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അധികം മസാല ഇല്ലാത്ത ബിരിയാണി ആട്ടോ. എഗ്ഗൊക്കെ ആകുമ്പോൾ അതാണ് നല്ലത്. ഇനി റൈസ് ആഡ് ചെയ്യുക. തീ കുറച്ചിടണേ, തീ കുറച്ചല്ല, ഓഫ് ചെയ്തു. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് വീണ്ടും ഓണാക്കാം, അതാണ് നല്ലത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ഗീയും ആഡ് ചെയ്യുക. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസും കുറച്ച് ബിരിയാണിയുടെ എസൻസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഈ എഗ് ബിരിയാണിയിൽ എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്, ചിക്കൻ ബിരിയാണിയിലും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. ബാക്കി ഒന്നിലും എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ മേലെ മല്ലിയില നേരത്തെ ചെയ്ത പോലെ തന്നെ, ആൻഡ് നട്ട്സ്, കിസ്മിസ് വറുത്തത്. ഇനിയാണ് നമ്മുടെ ആ ബിരിയാണി എസൻസ് ഉണ്ടല്ലോ, ബിരിയാണി എസൻസും പൈനാപ്പിൾ എസൻസും ഒരു ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി. കൂടുതൽ ആയാൽ പണി വാളും. എപ്പോഴും ഇത് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യരുത്, പാലിൽ കലക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞത് മറക്കണ്ട, 2 തുള്ളിയേ ഞാൻ ആഡ് ചെയ്യണുള്ളൂ. ചെറിയ ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസും, ഇത് പക്ഷേ ഓപ്ഷനിലാണ്, പൈനാപ്പിൾ എസൻസും നമ്മുടെ ബിരിയാണിയുടെ എസൻസും. എന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തുമായിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടിടാം, മണത്തിന് വേണ്ടിയിട്ടും. പിന്നെ നല്ലൊരു എന്താ പറയുക, ഒരു ഫ്രഷ് ഒരു ഇത് വരും. ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഇല്ലേ, അവിടെ നിന്ന് കഴിക്കണതിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഇനി ദം ചെയ്യട്ടെ. ദം ചെയ്യുമ്പോൾ സാധാരണ ചെയ്യണ പോലെ തന്നെ മൈദ ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട്, പേസ്റ്റ് അല്ല ചപ്പാത്തിയുടെ പോലെ കുഴച്ചിട്ട് എയർടൈറ്റായിട്ട് മൂടി വെക്കാം. ഇനി ഒരു കാസ്റ്റ് ചെയ്യേണ്ട പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ദം ചെയ്യാനായിട്ട് പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആ ബിരിയാണി സെറ്റ് ചെയ്തില്ലേ, ആ പാത്രം എടുത്ത് വെക്കാം. ഇനി ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇടയ്ക്ക് മാറ്റിയിട്ട് വെള്ളം തീർന്നു പോവാണെങ്കിൽ വീണ്ടും അടിയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെക്കണേ. പിന്നെ ലാസ്റ്റ് വീഡിയോ അല്ലേ, ഓൾ ഡേ മീൽ പ്ലാൻ, അതിൽ റംബൂട്ടാന്ന് ലിച്ചിന്ന് തെറ്റി പറഞ്ഞു, സോ സോറി. പക്ഷേ ഇത് നിങ്ങൾ എന്തായാലും ചെയ്യണം കേട്ടോ, അത്രയും ടേസ്റ്റാണ്. ഫ്രീസ് ചെയ്തിട്ടേ നമ്മുടെ റംബൂട്ടാൻ ഇപ്പോഴും മഴയിൽ ലിച്ചിന്ന് തന്നെ വരണേ, യൂസ്ഡായി പോയി പറഞ്ഞു. ഇതെനിക്കൊന്നും ഞാനൊരു ഒരു 3-4 കിലോ ഇങ്ങനെ ചെയ്ത് വെക്കാൻ പോകും, അത്രയും ടേസ്റ്റ്. പഞ്ചസാര കുറച്ചിട്ടു, എന്നിട്ട് ലിച്ചി പൊളിച്ചിട്ട് ഇങ്ങനെ സിപ്പ് ലോക്കിൽ ആക്കിയിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്തു. ഇത് കണ്ടോ, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. റംബൂട്ടാൻ ലിച്ചിന്ന് തന്നെ വരുക. റംബൂട്ടാൻ ഫ്രീസ് ചെയ്ത ജിജോ മിക്കവാറും ഓടിക്കൂട്ടോ. ടിഫിൻ ബോക്സ് കുറച്ച് വലുതായിപ്പോയി. ഇതൊക്കെ മമ്മിയുടെ കളക്ഷനിലുള്ളതാണ്, ഇത്രയും വലുത്. ബ്രെഡ് ക്രംസും കൂടി ഞാൻ നെയ്യിൽ വറുത്തിട്ട് ഇടാമെന്ന് ഓർത്തു. നമ്മുടെ ബ്രെഡ് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, പക്ഷെ വറുക്കാൻ സമയമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും കൂടി ചെയ്തു, നല്ലതായിരിക്കും. കാരണം ഇപ്പം സമയമില്ല, എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാരണം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, എഗ് ബിരിയാണി. ആ ഒരു എസൻസ് ഒക്കെ ഇട്ടായിരുന്നേ, അങ്ങനത്തെ ഒരു മണമുണ്ട് കേട്ടോ. ഇനി ഞാനിത് നമ്മുടെ ഈ ടിഫിൻ ബോക്സിലോട്ട് മാറ്റാൻ പോവാം. അടിയിൽ വാഴ ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ഞാനും അവിടെ പോയിട്ടാണ് കഴിക്കണേ. പിന്നെ ഇതേ പാലക് പനീർ, ഇതൊക്കെ അടുത്ത് തന്നെ എൻ്റെ റെസിപ്പീസിൽ വരും കേട്ടോ. ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടില്ല, ആഡ് ചെയ്ത് കഴിഞ്ഞാലേ ഡയറ്റ് ചെയ്തൊക്കെ വെറുതെ ആവും. ഇത് ആഡ് ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആൻഡ് ഈ ബിരിയാണിയുടെ കൂടെ ഇത് നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിഞ്ചോൾ ഫ്രൈ, ഇത് കണ്ടോ നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. കൂർഗ് സ്റ്റൈൽ ഫിഷ് ഫ്രൈയുടെ പോലെ തന്നെ, നമ്മുടെ ബ്രിഞ്ചോളല്ല ഓബജൻ, അതും ഈ വെജിറ്റേറിയൻസിന് പറ്റിയ ഓപ്ഷനാണ്. സാധാരണ ഞാൻ നമ്മുടെ കേരള മസാലയാണ് ഈ ഓബജനിൽ പുരട്ടി വറുത്ത് കണ്ടേക്കണേ. ബട്ട് ഞാനിത് ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ്. ഇത് കണ്ടോ, മുരിഞ്ഞിരിക്കും ഇങ്ങനെ. പിന്നെ ഇത് കോളിഫ്ലവർ മഞ്ചൂരിയൻ. എൻ്റെ കമൻസിൽ ആരോ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ, പക്ഷേ ഞാൻ ചിക്കൻ മഞ്ചൂരിയൻ എന്നും പറഞ്ഞിട്ട് റെസിപ്പി ഇട്ടുണ്ട്. അപ്പോൾ ആ സെയിം രീതിയിൽ തന്നെ ഞങ്ങൾ ഈ കോളിഫ്ലവർ മഞ്ചൂരിയനും ചെയ്ത്. ബട്ട് റെസിപ്പി പിന്നെ അടുത്ത് തന്നെ ഇടാം കേട്ടോ. പിന്നെ നമ്മൾ സാലഡ് ക്യുക്കുംബർ ഇട്ടിട്ടുണ്ട്, പപ്പടവും അച്ചാറും
അച്ചാറ് മറ്റേ സിബ്ലോക്കിൻ്റെ പാക്കറ്റിലൊക്കെ ആട്ടാ. കഴിഞ്ഞു. എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ പണ്ട് എപ്പോഴും ഈ പാലക് പനീർ ഉണ്ടാക്കുമായിരുന്നു. ഇതെൻ്റെ പുതിയ കണ്ടുപിടുത്തമാണ് ഈ ബ്രിഞ്ചോൾ, ഈ ഓബജൻ്റെ സാധനം. ആൻഡ് കോളിഫ്ലവർ മഞ്ചൂരിയൻ എപ്പോഴും മനക്കൊക്കെ എപ്പോഴും ഇഷ്ടമുള്ളൊരു സാധനമാണ്. ആൻഡ് പിന്നെ ഇത്രയേ ഉള്ളൂ. ഇനി സെറ്റ് ചെയ്യട്ടെ കേട്ടോ ഈ ടിഫിൻ ബോക്സ്. ഷായത് ഇത് ഏതെങ്കിലും അടിയിൽ അങ്ങനെ ഇതുണ്ടോ? ഏതെങ്കിലും പാത്രങ്ങൾ മതിയോ? തൈര് ഏറ്റവും മുകളിൽ വെക്കണം. ഓക്കെ ഓക്കെ. തെറ്റിപ്പോയാ? ഒരു മിനിറ്റ് കേട്ടോ, തെറ്റിപ്പോയി. ഇത് ഏറ്റവും മുകളിൽ വെക്കണ്ടായിരുന്നു അല്ലേ? ഞങ്ങളിത് യൂസ് ചെയ്തിട്ട് കുറച്ച് ആളായി. ഇപ്പം പെട്ടെന്ന് തോന്നിയപ്പോൾ ഒരു ഇത് തോന്നിയിട്ട് യൂസ് ചെയ്താൽ. ഓക്കെ, എൻ്റെ അത്രയും പൊക്കമുണ്ട് കേട്ടോ. മൂടി എന്തരോ ഞാൻ പോവാ. ഏത്? ഓ, അതും വേണോ? അയ്യോ അയ്യോ അയ്യോ, ഇനി വീഡിയോ കട്ട് ചെയ്തോട്ടെ, കുറച്ച് ശ്രദ്ധ വേണം ഇതിന്. തമ്മിലിൻ്റെ ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. ടിഫിൻ ബോക്സിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾ ഓർത്തെ. അതെ, ഇതിപ്പോൾ ഞങ്ങൾ ബ്രെഡ് ക്രംസും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് നട്ട്സും കിസ്മിസൊക്കെ ഇട്ടു. ഈ ബ്രെഡ് ക്രംസ് ഭയങ്കര നല്ല ഓപ്ഷനാട്ടോ. ഈ നിങ്ങൾക്ക് കൂടുതൽ പണിയെടുക്കാൻ ഇഷ്ടമാണെങ്കിൽ ഗീയിൽ ഫ്രൈ ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. അതിന് ഫോട്ടോ എടുക്കട്ടെ. പോട്ടെ. നല്ല വെയിറ്റ് ആയിട്ട് ആരെങ്കിലും എൻ്റെ കൂടെ താഴോട്ട് വരണമായിരിക്കും. ബൈ.